സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായ ഒരു സാഹചര്യത്തിലാണ് ഇവർ നടത്തിയ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ഇപ്പോഴും നടക്കുന്നത്. എന്നിട്ട് ചില മന്ത്രിമാരെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അധിക്ഷേപിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. ഇപ്പോഴും സജി ചെറിയാൻ കേരളത്തിലെ ക്രൈസ്തവ ബിഷപ്പുമാർക്ക് നേരെ നടത്തിയ അധിക്ഷേപം മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. വളരെ രൂക്ഷമായ അധിക്ഷേപമാണ് നടത്തിയത്. ഞങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച ആളുകളാണ്. പക്ഷെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിയോടൊപ്പം പ്രഭാത വിരുന്നിൽ പോയ ആരെയെങ്കിലും ഞങ്ങൾ അപകീർത്തിപ്പെടുത്തിയോ? അത് അവരുടെ ഇഷ്ടമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും, പ്രധാനമന്ത്രി വിളിക്കുമ്പോൾ അവർ പോകും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോയ ഒരാളെ പോലും ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല. അപ്പൊ പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പോയെന്ന് പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച സജി ചെറിയാന്റെ നടപടി ഗുരുതരമായ തെറ്റാണ്. അത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല എന്നതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സജി ചെറിയാൻ അത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശ്രീ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് നേതാവ്, അതുപോലെ മന്ത്രിയായിരിക്കുന്ന ശ്രീ റോഷി അഗസ്റ്റിനെയും ഇക്കാര്യത്തിലുള്ള നിലപാട് എന്താണെന്ന് അറിയാൻ ഒരു കൗതുകമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. അത്രയും മോശമായ പരാമർശമാണ് നടത്തിയത്. പ്രതിപക്ഷ നേതാവിനെതിരായി, പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരായി എല്ലാം വ്യാപകമായിട്ടാണ് ഈ നവകേരള സദസ്സിൽ ആക്ഷേപം ചൊരിയാൻ തയ്യാറായത്. ഇപ്പൊ ഇന്ന് പത്രങ്ങളിൽ വാർത്ത വന്നു, ആശുപത്രിയിൽ മരുന്ന് മേടിക്കാൻ പോകുന്നവർക്ക് മരുന്നില്ല. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സ്ഥിതിയാണുള്ളത്. എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് കോടികൾ ചെലവാക്കി നാട്ടുകാരുടെ പൈസ പിരിച്ച് ഈ ആർഭാട സദസ്സ്, ഈ അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. ഗുരുതരമായ ഭരണസ്തംഭനമാണ് കേരളത്തിൽ. ഒന്നും നടക്കാത്ത അവസ്ഥ. കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും ദയനീയമായ സാമ്പത്തിക ധനപ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തി കഴിഞ്ഞു. ആദ്യം ബെയിലബിൾ ഒഫൻസസ് നോൺ ബെയിലബിൾ ആക്കിയതിന് പിന്നിൽ അതിലൊരു CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഇടപെടൽ എന്നതിനപ്പുറം ഒരു ഉന്നതതല ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, CPM ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എല്ലാ സ്ഥലത്തെയും കേസുകൾ എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘമുണ്ട്. ആ ഉപജാപക സംഘമാണ് ഈ കേസുകളൊക്കെ നിയന്ത്രിക്കുന്നത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള CPM ആളുകൾ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കുകയും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഞാൻ അടക്കമുള്ള ആളുകൾ കമ്മീഷണറെ ബന്ധപ്പെട്ടു. അപ്പോൾ കമ്മീഷണർ നിസ്സഹായാവസ്ഥ പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൊച്ചി പോലീസ് കമ്മീഷണറുടെ കസേരയിൽ നിന്ന് മാറിക്കൊടുത്തിട്ട് ഏരിയ സെക്രട്ടറി ഇരുത്തിയാൽ മതി. ഏരിയ സെക്രട്ടറിയല്ലേ ഏത് വകുപ്പിടണമെന്ന് തീരുമാനിക്കുന്നു. എത്ര പരിതാപകരമായ സ്ഥിതിയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ. ഞാൻ 2 FIR കാണിച്ചു, ഒരേപോലത്തെ കേസ്. നിങ്ങൾ കണ്ടല്ലോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ബാരിക്കേഡിന്റെ മുകളിൽ കയറിയെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോയി കക്കൂസ് കയറിയടാ എന്ന് പറയുമ്പോൾ അത് കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥർ. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയാൽ കണ്ടില്ലേ, മോനെ പാലെ കുട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് സമീപനം. ഒരു പാൽക്കുപ്പിയും കൂടി കൊടുക്കണ്ടായിരുന്നു ശരിക്കും. അതുപോലെയല്ലേ കൊണ്ടുപോയി. 2 സമീപനമാണ്, 2 രീതിയിലാണ്. ഇത് 2 മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ്. ഗവർണർക്കെതിരായി SFIക്കാർ കരിങ്കൊടി കാണിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരായി കരിങ്കൊടി കാണിക്കുന്നവരെ ക്രൂരമായി മർദ്ദിച്ചു കൊടുക്കുന്നതും കള്ളക്കേസിൽ കുടുക്കി തുറുങ്കിലടക്കാൻ ശ്രമിക്കുന്നു.